വയനാട് തുരങ്കപാതയുടെ നിർമ്മാണം 4 വർഷം കൊണ്ട് തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് കിഫ്ബി എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ.പി. പുരുഷോത്തമൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. അതിൽ ഏറ്റവും നിർണായകമായതാണ് ആദ്യത്തെ ബ്ലാസ്റ്റിംഗ്. ഏറെ സുരക്ഷിതമായി അത് പൂർത്തീകരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. ഇരട്ട തുരങ്കപാതയുടെ 4 ഇടങ്ങളിലും ബ്ലാസ്റ്റിംഗുമായി മുന്നോട്ടു പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്രോച്ച് റോഡ് നിർമ്മാണം നടക്കുന്നതായും കിഫ്ബി എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ.പി. പുരുഷോത്തമൻ പറഞ്ഞു. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ടണൽ നിർമ്മാണത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം പ്രത്യേകതയുള്ള ദിവസമാണ്. ബ്ലാസ്റ്റിംഗ് ആണ് ഇത് നടക്കാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നതായിരിക്കും. ടണൽ ബ്ലാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ബ്ലാസ്റ്റിങ്ങിൽ നമ്മൾക്ക് കരുതൽ വേണ്ടുന്നത് അത് വളരെ നിയന്ത്രിതമായിട്ട് മാത്രമേ ബ്ലാസ്റ്റിംഗ് ചെയ്യാറുള്ളൂ. അതുപോലെയാണ് നമ്മൾ അതിൻ്റെ എല്ലാ കരുതലുകളും കണ്ടുകൊണ്ടാണ് ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇത് ബ്ലാസ്റ്റിംഗ് നിർവഹിക്കുന്ന കർമ്മം ചെയ്യുന്നത് നമ്മുടെ മുഖ്യമന്ത്രി ഈ കാണുന്ന സ്ഥലത്ത് വെച്ചാണ്. അത്രയും സേഫ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസിൽ വെച്ചാണ് നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ബ്ലാസ്റ്റിങ്ങിൻ്റെ നിർവഹണം ഇന്ന് നടത്തുന്നത്. ഈ ടണലിൻ്റെ കാലാവധി 4 വർഷമാണ്. 4 വർഷത്തിൽ തന്നെ ഇത് പൂർത്തിയാക്കാൻ സാധിക്കും. ഈ 2 ടണൽ ട്വിൻ ടണലാണ്. ഈ 2 ടണൽ എന്ന് പറഞ്ഞാൽ 4 നമ്മുടെ ടണൽ ഫേസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഈ സൈഡിൽ അനക്കാമ്പൊയിൽ സൈഡിൽ 2, അതുപോലെ തന്നെ മേപ്പാടി സൈഡിലും 2 ഫേസുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ 4 സ്ഥലത്ത് വെച്ച് നമുക്ക് ബ്ലാസ്റ്റിങ്ങുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും.